ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും കിളി പോയിരിക്കുകയാണ് അല്ലേ? ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, പക്ഷേങ്കിൽ പൊളിച്ച് കൈ കൊടുത്തു എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലേ? അപ്പോൾ ഇതാണ് കാശിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. ഇതാണ് ഓക്കെ. അപ്പം സെബി എന്തിനാണ് നിയമം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന നിമിഷത്തെ മാനിപ്പുലേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്, സെബി ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്. പക്ഷേങ്കിൽ എങ്ങനെയാണിത് പൊളിച്ചതെന്ന് നമുക്കറിയത്തില്ല. ഇതിനകത്ത് ഉള്ളിൽ നടന്ന കളികളൊന്നും നമുക്കറിയത്തില്ല എന്താണെന്ന്. എന്തായാലും അവസാന നിമിഷം 200 പോയിൻറ്റിനടുത്ത് ഒരൊറ്റ ക്യാൻഡിലെ മുകളിലോട്ട് കയറ്റി ഒരു ക്ലോസിംഗ് ആണ് നടത്തിയത്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത് നാളെ രാവിലെ മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും ഈ ഒരു സെബി പറഞ്ഞ സർക്കുലറും ഇന്ന് നടന്ന കാര്യമായിട്ട് യാതൊരു പുലബന്ധവും ഇല്ലാതെയാണ് ഇന്ന് കാര്യങ്ങൾ നടന്നത്. അപ്പോൾ എന്തായാലും 10 മിനിറ്റ് നീട്ടിക്കിട്ടി, പക്ഷേ അത് കെണിയായി എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്നാൽ ഇനിയിപ്പം കയ്യിലുള്ളവർക്ക് ഇത്ര വലിയ അപ്രീസിയേഷൻ കിട്ടിയോ, അതും കിട്ടിയില്ല. ഓക്കെ, ഫ്യൂച്ചർ എങ്ങോട്ടേലും പോയോ, ഫ്യൂച്ചർ എങ്ങോട്ടേലും പോയില്ല. ഇപ്പം നാട് നോക്കിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് നിഫ്റ്റി തലയും കുത്തി താഴോട്ട് വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഞാൻ ആ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ ചക്കിന് വെച്ചത് കൊക്കിനും ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഗുണത്തിന് വേണ്ടി ചെയ്ത കാര്യം അവസാനം ദോഷമായി തീർന്നു എന്നാണ്. ഇനിയിപ്പം ഈ കുറേ ദിവസം 3-4 ദിവസം മുന്നോട്ട് പോയി കഴിയുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ ഇതെങ്ങനെയാണ് വർക്കൗട്ട് ആകാൻ പോകുന്നത് എന്നുള്ളത്. ഈ അവസാനത്തെ 10-20 മിനിറ്റ് ഇതേ സംഭവം എങ്ങനെയാണ് വർക്കൗട്ട് ആകാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തൽക്കാലം 3:15 ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ട്രേഡ് അവസാനിപ്പിക്കുക. ആക്ച്വലി ഇവർ പറഞ്ഞത് 3:15 ശേഷം അടുത്ത 5 മിനിറ്റ് ഹോൾഡ് ചെയ്ത് നിർത്തും, ഒരു ട്രേഡ് നടക്കത്തില്ല, അപ്പം ഓർഡർ കളക്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ അടുത്ത 5 മിനിറ്റ് അവർ ആ ഓർഡർ മാച്ച് ചെയ്യും. മാച്ച് ചെയ്തതിന് ശേഷം അടുത്ത 5 മിനിറ്റിൽ അവരൊരു പ്രൈസ് ഫിക്സ് ചെയ്ത് അതിലായിരിക്കും ട്രേഡ് നടക്കുന്നത് എന്നാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ അതൊന്നും അങ്ങനെയൊന്നും നടന്നില്ല. പിന്നെ ക്ലോസിങ് കിട്ടിയ ഇക്വിലിബ്രിയം പ്രൈസ് അല്ലെങ്കിൽ ആ മാച്ച് ചെയ്ത ഒരു ആവറേജ് പ്രൈസ് ഉണ്ടല്ലോ, ആ പ്രൈസ് നിന്ന് 3% മുകളിലോട്ടോ 3% താഴോട്ടോ മാത്രമേ പോകത്തുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ കണ്ടുപിടിച്ച പ്രൈസ് എത്രയാണെന്നും എത്ര മുകളിലോട്ട് പോയെന്നും എത്ര താഴോട്ട് വന്നതെന്നും ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് നിങ്ങളോട് പറയാനുള്ളത്, കഴിവതും നിങ്ങൾ 3:15 ആകുമ്പോൾ അല്ലെങ്കിൽ 3:10 ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ട്രേഡ് അവസാനിപ്പിക്കുക. അതിനുശേഷം നോക്കിയിരിക്കുക എന്താണ് സംഭവിക്കുന്നതെന്ന്. കുറേ ദിവസം ഈ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ നോക്കിയിരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം ലാസ്റ്റ് മിനിറ്റ് ട്രേഡിലേക്ക് പോവുക എന്ന് മാത്രമാണ് എനിക്കിപ്പം നിലവിൽ പറയാനുള്ളത്. ഓക്കെ, ഇതിന് ശേഷം ഇന്നത്തെ മാർക്കറ്റ് എന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, മാർക്കറ്റ് രാവിലെ തന്നെ ഞാൻ വോയിസ് ഇട്ടിരുന്നു, ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് പോകാനുള്ള സാധ്യത മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നുകിൽ 24,616 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം, ഇല്ലെങ്കിൽ 24,500 എത്തണം, അല്ലെങ്കിൽ ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ചിൽ കിടന്നാണ് കളിച്ചത്, അല്ലെങ്കിൽ 24,500 മാർക്കറ്റ് ഇറങ്ങി വരണം. അതിനുശേഷം എന്ത് സംഭവിക്കുന്നുള്ളത് അവിടെ നോക്കിയിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാവൂ. കൺസോൾട്ടേഷൻ സാധ്യതയാണ് വളരെ കൂടുതൽ, പ്രത്യേകിച്ച് നാളെ എക്സ്പയറി ആയതുകൊണ്ട് മാർക്കറ്റിനെ ഒരുക്കി തീർക്കാനുള്ള വഴിയായിരിക്കും നോക്കുക എന്ന് ഞാൻ രാവിലെ വോയിസിൽ മെസ്സേജ് ഇട്ടിരുന്നു. ഓക്കെ, പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. നമ്മുടെ പിക്ചറിനകത്തിൽ നമ്മുടെ കേസിനകത്തിലുള്ള കേസല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ മാത്രമേ അറിയത്തുള്ളൂ. നിലവിലിപ്പം ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ തലയും കുത്തി താഴോട്ടാണ് വരുന്നത്. നോക്കിക്കേ, ഗിഫ്റ്റ് നിഫ്റ്റി ഇതൊന്നും അറിഞ്ഞ് ഭാവമില്ലാതാണ് നേരെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് ഇനി എന്താണെന്നുള്ള കാര്യം നാളെ അറിയണം. ഇപ്പോൾ നമ്മൾ മൊത്തത്തിലൊരു മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് US ഓയിൽ, അതായത് ഇന്ന് രാവിലെ ഏത് പ്രൈസിലാണ് നിന്നത് അതേ പ്രൈസ് തന്നെയാണ് ഇപ്പോഴും US ഓയിൽ നിൽക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഗോൾഡ് നോക്കുവാണെങ്കിലും ഗോൾഡും ചെറിയൊരു നെഗറ്റീവിലാണ്, ഒരു നെഗറ്റീവ് മൊമെൻറ്റത്തിലാണ് ഗോൾഡും ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. US ഫ്യൂച്ചർ നോക്കുവാണെന്നുണ്ടെങ്കിൽ വലിച്ചു വിട്ട് മേലോട്ട് കയറി പോയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതൊക്കെ വീണ്ടും താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഗ്ലോബൽ ന്യൂസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ന്യൂസിനകത്തിൽ ട്രംപ് വെച്ച് കാച്ചിയതുപോലെ ഒരു ചർച്ചയും ഇല്ല എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്, ഇറാൻ പറഞ്ഞേക്കുന്നത്. ഇപ്പോഴും അതിൽ വരെ ഉറച്ചു നിൽക്കുന്നു. പക്ഷേങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇറാനും ഒമാനുമായിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഹോർമൂസിൻ്റെ കാര്യത്തിന് അതിലൊരു സമവായം ഉണ്ടാക്കാനും, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ റൂട്ട് ഉണ്ടാക്കി ആ റൂട്ടിലൂടെ കപ്പലുകളെ വെസൽസിനെ കടത്തി വിടാനുള്ളൊരു പരിപാടി തയ്യാറാക്കുക. പക്ഷെ അതിന്
അവർ ലെവി കൊടുക്കണം, അല്ലെങ്കിൽ അവർ അതിനൊരു ഫീസ് കൊടുക്കണം. അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഇതിലാണ് വെളി വന്നിട്ടില്ല. അതാണ് നിലവിലുണ്ടായിട്ടുള്ള ഒരു ഒരു ഡെവലപ്മെൻറ്റ്. അല്ലാതെ US ഇതുവരെയായിട്ടും ഒരു ചർച്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. എന്തായാലും ട്രംപിൻ്റെ ടീമും നല്ല രീതിയിൽ കാശുണ്ടാക്കി എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. പിന്നെ നമുക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലുണ്ടെന്ന് പറയാനുള്ളത്, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ഇന്ന് ഒരു ഇൻകം ടാക്സ് അമെൻമെൻറ്റ് ബില്ല് ഇന്ന് അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി കാര്യം ഞാൻ അറിഞ്ഞില്ല. എന്തായാലും അത് അവതരിപ്പിക്കുന്നുണ്ട്. അത് പാസ്സാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാസ്സായോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. ഇന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമല്ലോ. അപ്പോൾ അതിനകത്തിൽ എനിക്കൊന്ന് 2 മാസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് FPIസിനെ, അതായത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനെയും പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെയും ആകർഷിക്കാൻ വേണ്ടി ടാക്സിനകത്തിൽ ചെറിയ എക്സംഷൻസ് ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഓൾറെഡി അതിനുവേണ്ടി ചെയ്തായിരുന്നു. എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതായത് അവർക്ക് നമ്മളുടെ ഇന്ത്യൻ ബോണ്ടുകളിൽ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പലിശ വരുമാനത്തിൻ്റെ ടാക്സ് എക്സംഷൻ, ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് ഇവിടുന്ന് കിട്ടുന്ന മൂലധന ക്യാപിറ്റൽ ഗെയിൻസിൻ്റെയും ടാക്സ് എക്സംഷൻ കൊടുക്കാൻ വേണ്ടി ഒരു അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവരുന്നുണ്ടെന്ന് നേരത്തെ ഓൾറെഡി പറഞ്ഞാണ്. അത് ഏപ്രിൽ മുൻകാല പ്രാബല്യത്തോടെ അത് ചെയ്ത് കൊടുക്കും എന്നാണ് കേൾക്കുന്നത്. അത് ഇന്ന് നമ്മുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കും എന്നാണ് ഞാൻ വായിച്ചത്. അത് പാസ്സായോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റേഴ്സിനെ, അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവരുടെ ടാക്സിനകത്തിൽ എക്സംഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പല പെൻഷൻ ഫണ്ടുകളൊക്കെ നമ്മുടെ ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിലെ വീഡിയോകളിൽ നമുക്ക് സംസാരിക്കാം. എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാർക്കറ്റിൽ പുതിയൊരു പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഇന്നത്തെ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞു ഓൾറെഡി മാർക്കറ്റിൻ്റെ കാര്യം. ഇനിയിപ്പം നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഇന്നിപ്പം ഇങ്ങനെ സംഭവിച്ചല്ലോ, അപ്പം നമുക്ക് ഈ ഒരു സംഭവം അങ്ങ് വിടാം. ഈ ഒരു സംഭവം നമുക്കങ്ങ് വിടാം. ഈ സംഭവം വിട്ടതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിലവിലുള്ള 24,616 ഞാനിത് ഓൾറെഡി ലെവൽ പറഞ്ഞത്, ആ ലെവൽ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഈ സിനാരിയോ നമുക്കങ്ങ് വിടാം. ഇത് നമ്മുടെ പിക്ചറിനകത്തിൽ വേണ്ട ഈ സംഭവം. ഓക്കെ, 24,616 നാളെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെന്ന് നോക്കുക. ഇവിടെ നമുക്കിപ്പം നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഓടുന്നത് 24,584 ഇതിന് താഴെയാണ് ഇപ്പോൾ ഓടുന്നത്. എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെങ്കിൽ നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 616 എന്ന് പറഞ്ഞ ലൈനിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, അതിന് താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ 24,500 നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ലൈൻ ആയിരിക്കും. അതായത് സൈക്കോളജിക്കൽ സപ്പോർട്ടുമാണ്, സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ 24,500 എന്ന് പറയുന്നത്. അപ്പോൾ ആ 24,500 മാർക്കറ്റ് ഇറങ്ങി വന്നാൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കി മാത്രം നിങ്ങൾ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക. നാളെ എക്സ്പയറി ഡേ ആണ്. പല വാലുകളുടെ കളികളും നമ്മൾ കാണും. അതുകൊണ്ട് കഴിവതും നിങ്ങൾ 1-2 എക്സ്പയറി മാറി കഴിവതും നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. എനിക്കറിയാം അപ്പോൾ പൈസ കൂടുതൽ വേണ്ടി വരും, ബട്ട് നമ്മുടെ സേഫ്റ്റിക്ക് നമ്മൾ അങ്ങനെ ചെയ്തേ ഒക്കത്തുള്ളൂ. അല്ലെ പിന്നെ നാളെ ആറ്റിക്കളഞ്ഞ രീതിയിൽ നമ്മൾ ട്രേഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് പ്രശ്നമില്ല. അപ്പം എന്തായാലും നിങ്ങൾ നാളെ 616 ബ്രേക്ക് ചെയ്ത് മോളിൽ പോകുന്നുണ്ടെന്ന് നോക്കുക. അല്ല 24,500 മാർക്കറ്റ് ഇറങ്ങി വരുന്നുണ്ട് നോക്കുക. അപ്പോൾ ഇതിനകത്തായിരിക്കും നാളെ മിക്കവാറും 24,500 24,616 ഇടയ്ക്കായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് ദിശയിലോട്ടാണ് മാർക്കറ്റ് പോകുന്നത് ആ ദിശയ്ക്കനുസരിച്ച് അവിടുത്തെ റെസിസ്റ്റൻസിലോ സപ്പോർട്ടിലോ നോക്കി മാത്രം നിങ്ങൾ ഒരു ട്രേഡ് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതുപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മൾ വരച്ചു വിട്ടിട്ടുണ്ട്. ആ കൃത്യമായിട്ടുള്ള വര നോക്കിയേ 57,830 എന്ന് പറഞ്ഞാൽ ലൈന് കൃത്യമായിട്ട്, ഇതൊക്കെ നാളുകൾക്ക് മുമ്പേ വരച്ച വരകളാണ്, കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്താണ് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് നോക്കണ്ട, ഇതാണ് ഇപ്പോൾ ഒരു ലെവല്, ഇത് നമ്മൾ നോക്കണ്ട. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മിക്കവാറും ഈ സ്ഥിതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 57,831 554 ഇടയിലായിരിക്കും ഒരു പക്ഷേ ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ അല്ല ഇതിന് താഴെ പോവുകയാണെങ്കിൽ 554 താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 56,800 അവിടം വരെ ഒന്നും വരത്തില്ല. ബട്ട് ഈ ഒരു ലെവൽ നമ്മൾ ഒരു മിനിറ്റ്, ഈ ഒരു ഹൈ
ഈ ഒരു ഇതിനകത്ത് ചെറിയൊരു വര വരച്ചിട്ടേക്കാം ഞാനുള്ളത്. ഈ ഒരു ഹൈ കൂടെ സപ്പോർട്ട് എടുത്തുകൊണ്ട് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ടിന് തിരിച്ച് കയറി പോകുന്നത് നോക്കുക. ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നവരെ. മിഡ് ക്യാപ്പിൻ്റെ കാര്യമാണെങ്കിൽ വളരെ ദയനീയമായിട്ടാണ് മിഡ് ക്യാപ്പ് ഇന്ന് പെർഫോം ചെയ്തത്. കാരണം നമ്മുടെ BSE ഇന്നും പറഞ്ഞ പോലെ ഇന്നലെ 100 പോയിൻ്റ് കയറി, ഇന്ന് 70 പോയിൻ്റ് നേരെ തലയെ കുത്തി നേരെ താഴോട്ട് പോകുന്നു. അതിൻ്റെ ഒരു പെർഫോമൻസാണ് ഇന്ന് ആര് കാഴ്ചവെച്ചത്? നമ്മളുടെ മിഡ് ക്യാപ്പ് കാഴ്ചവെച്ചത്. അതിനുശേഷം ലാസ്റ്റ് മൊമെൻറ്റിലും കയറ്റത്തിൽ ഇവരും ഈ പറഞ്ഞ പോലെ തന്നെ 820 ഒരു 10-70 പോയിൻ്റ് തിരിച്ച് കയറി. എന്തായാലും നാളെ നിങ്ങൾ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പം ഈ ഒരു ഹൈ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു ഹൈ മാർക്ക് ചെയ്ത് വെക്കുക. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 14,758 അടുത്തടുപ്പിച്ചാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു, ഈ ഒരു ലൈനിൽ എന്ത് ആക്ഷൻ നടക്കുന്നു നോക്കി മാത്രം ഒരു ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അതുപോലെ നാളെ BSE എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കി വേണം നിങ്ങളൊരു ട്രേഡിനെ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിലവിൽ വേറെ ന്യൂസുകളൊന്നും നമ്മുടെ മുന്നിലില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ എക്സ്പയറി ഡേ ആണ്. വളരെ സൂക്ഷിച്ച് മാത്രം. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ പോലെ തന്നെ കഴിവതും നിങ്ങൾ 3 മണിക്കോ 3:10 നിങ്ങൾ ട്രേഡ് അവസാനിപ്പിച്ചിട്ട് എന്താണ് സംഭവിക്കുന്നുള്ളത് അടുത്ത 3-4 ദിവസം നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വേണം അവസാന നിമിഷം വരെ നിങ്ങൾ ട്രേഡുകൾ ചെയ്യുന്നതും പിന്നെ എക്സിറ്റ് ചെയ്യുന്നതും എൻട്രി എടുക്കുന്നതൊക്കെ നിങ്ങൾ നോക്കിക്കണ്ടാണ്. തൽക്കാലം നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് 3 മണിക്കോ 3:10 ട്രേഡ് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.